Our last class we discussed 3 exercise problems in page number 54. Then our fourth question. A rod bent into an angle is placed with its corner at the center of a circle, and it is found that 1/10 of the circle lies within it. ഒരു സർക്കിളിൽ സെൻറ്ററുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു റോഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. If it is placed with its corner on another circle, what part of the circle would be within it? ഇതേ റോഡിനെ തന്നെ വേറൊരു സർക്കിളിൽ ഓൺ ദ സർക്കിളുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ വുഡ് ബി വിത്തിൻ ഇറ്റ്? സർക്കിളിന്റെ എത്ര പോർഷൻ ആയിട്ട് വരും ഈ ആംഗിൾ എന്നുള്ളതാണ് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടേ. അതായത് ഒരു റോഡുണ്ട്, ആ റോഡിനെ ബെൻഡ് ചെയ്തുകൊണ്ട് സർക്കിളിന്റെ സെൻട്രൽ ആംഗിളുമായിട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് സർക്കിളിന്റെ 1/10 പാർട്ടാണ് എന്ന് തന്നിട്ടുണ്ട്. ഇതേ റോഡിനെ തന്നെ സർക്കിളിന്റെ വേറൊരു സർക്കിളിന്റെ ഓൺ ദ സർക്കിളുമായിട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ പോർഷൻ എന്ന് പറയുന്നത് സർക്കിളിന്റെ എത്ര പോർഷൻ ആയിട്ട് വരും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് അല്ലെ? അപ്പൊ ഈ പോർഷൻ എന്ന് പറയുന്നത് 1/10 ആണെങ്കിൽ ഈ 1/10 ഓഫ് 360 എന്ന് പറയുന്നത് 1/10 into 360 that is equal to 36 ഡിഗ്രി ആണ്. ശരിയല്ലേ? അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 36 ഡിഗ്രി ആണ് കിട്ടി. എന്ത് ചെയ്തു? ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. അതിന് 1/10 പാർട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ 36 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെ ഓൺ ദ സർക്കിളുമായി കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടെ വരുന്ന ആംഗിൾ എന്നുള്ളതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം സെൻട്രൽ ആംഗിളിൽ നമുക്ക് ഈ ആർക്കിനെ കൺസിഡർ ചെയ്യാം. ഈ ആർക്കിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ എൻഡ് പോയിന്റ്സ് സെൻട്രുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ആംഗിൾ അല്ലെ? നമുക്കറിയാം ഈ ആർക്കിന്റെ എൻഡ് പോയിന്റ്സിനെ ഓൺ ദ സർക്കിളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു സർക്കിളിൽ ഒരു കോഡ് വരച്ചിട്ട് ആ കോഡിന്റെ എൻഡ് പോയിന്റ്സ് സെൻട്രൽ ആംഗിളുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ കോഡിന്റെ എൻഡ് പോയിന്റ്സ് ഓൺ ദ സർക്കിളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാവുന്നത്. ഇവർ തമ്മിലുള്ള റിലേഷൻ പറയുന്നത് ഈ ആംഗിളിന്റെ ഹാഫ് ആണ് ഇത് എന്നുള്ളതാണ് അല്ലെ? അല്ലെങ്കിൽ ഈ ആംഗിളിന്റെ ഡബിൾ ആണ് ഇത്. അപ്പൊ ഈ ആംഗിൾ എത്രയായിട്ട് വരും? 18 ഡിഗ്രി ആയിട്ട് വരും. ശരിയല്ലേ? അപ്പൊ ഈ ആംഗിൾ 18 ഡിഗ്രി ആണ് എന്നുള്ളതിനർത്ഥം ഈ ആംഗിൾ നമുക്ക് 18 ആയിട്ട് കിട്ടുകയാണ്. ശരിയല്ലേ? ഈ 18 ഡിഗ്രി ആണ് ആംഗിൾ എന്നുള്ളത് നമുക്ക് കിട്ടും. നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ എന്നുള്ളതാണ്. സർക്കിളിന്റെ എത്ര പാർട്ടായിട്ട് വരും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതിന്റെ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി ആണെന്ന് അറിയാം. 360 ഡിഗ്രിയിൽ 18 ഡിഗ്രി ആണ് ഇതിന്റെ പാർട്ട്. ശരിയല്ലേ? 18 ഡിഗ്രി ആണ് ഈ ആംഗിൾ എന്നുള്ളതിനർത്ഥം 360 ഉള്ള ഈ ഫുൾ സർക്കിളിന്റെ 18 ഡിഗ്രി മീൻസ് 18/360 ആണ് ഇവിടെ വരുന്ന പോർഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 18 360 20 ടൈംസ് ആണ് പോകുന്നത്. 18 into 20 is equal to 360 ആണ്. ദാറ്റ് മീൻസ് ഈക്വൽ ടു 1/20 പാർട്ട്. ക്ലിയർ ആയില്ലേ? ഒരു സർക്കിളിലെ 1/10 പാർട്ട് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 ഓഫ് 360 ദാറ്റ് ഈസ് 36 ഡിഗ്രി ആണ് ഈ ആംഗിൾ എന്നുള്ളത് കിട്ടി. ഇതേ കോഡിന്റെ ദാറ്റ് മീൻസ് ഈ ആർക്കിന്റെ എൻഡ് പോയിന്റ്സ് ഓൺ ദ സർക്കിളുമായിട്ടാണ് വരുന്നതെങ്കിൽ ഇതിന്റെ ഹാഫ് ആണ്. ദാറ്റ് മീൻസ് 18 ഡിഗ്രി ആണ് ഇവിടെ എന്നുള്ളത് കിട്ടി. ഇത് 18 ആണ് എന്നുള്ളതിനർത്ഥം എത്ര പാർട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ടോട്ടൽ ഡിഗ്രി 360 ആയതുകൊണ്ട് തന്നെ 18/360 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/20. ദാറ്റ് മീൻസ് 1/20 പാർട്ട് ഓഫ് ദ circle. Clear? Then our fifth question. In the picture, O is the center of the circle and ABC are points on it. Prove that angle OAC plus angle ABC equal to 90 degree. ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ രണ്ട് ആംഗിൾസിന്റെ സം 90 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
ഇങ്ങനെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിളിൽ വരുന്ന 3 ആംഗിൾസ് ആണ്, സോറി 3 പോയിന്റ്സ് ആണ് എ ബി സി എന്ന് പറയുന്നത്. എ ബി സി എന്ന് പറയുന്നത്. ഇതിലെ ഒരു സെൻട്രൽ പോയിന്റ് ആണ് ഒ എന്ന് പറയുന്നത്. സോ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ദാറ്റ് മീൻസ് ഒ എ സി എന്ന് പറയുന്ന ആംഗിൾ, ഒ എ സി എന്ന് പറയുന്ന ഈ ആംഗിളിന്റെയും ആംഗിൾ എ ബി സി, ദാറ്റ് മീൻസ് എ ബി സി, ഈ ആംഗിളിന്റെയും കൂടിയുള്ള സമ്മ് 90 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ രണ്ട് ആംഗിൾസിന്റെയും കൂടിയുള്ള സമ്മ് 90 ഡിഗ്രി ആണെന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. ഈ ഫിഗറിനെ ഒന്നുകൂടി നമ്മൾ മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഒ എ എന്ന് പറയുന്ന ലൈനും ഒ സി എന്ന് പറയുന്ന ലൈനും ഒ ബി എന്ന് പറയുന്ന ഈ ലൈനും സെയിം അല്ലേ? എങ്ങനെയാണ് അവർ സെയിം ആവുന്നത്? ദേ ആർ റേഡിയസ്. വി നോ റേഡിയസ് ആർ സെയിം ഇൻ എ സർക്കിൾ. ഒരു സർക്കിളിലെ റേഡിയസ് എല്ലാം സെയിം ആണ്. സോ ഒ എ ഒ ബി ഒ സി എന്ന് പറയുന്നത് സെയിം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 3 ട്രയാങ്കിൾസ് കിട്ടി. ഈ 3 ട്രയാങ്കിൾസിനുള്ള സ്പെഷ്യാലിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ്? ഒ എ എന്ന് പറയുന്നതും ഒ സി എന്ന് പറയുന്നതും ഈക്വൽ ആണ് എന്നുള്ളതിന്റെ മീനിങ്. ഈ ട്രയാങ്കിൾ ഒ എ സി എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആവുകയാണ്. അതേപോലെ തന്നെ ഒ സി ഈക്വൽ ടു ഒ ബി ആണ് എന്നുള്ളതിനർത്ഥം ഒ സി ബി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും ഐസോസെലസ് ട്രയാങ്കിൾ ആയിട്ട് വരും. അതേപോലെ തന്നെ ഒ എ ഈക്വൽ ടു ഒ ബി ആണ് എന്നുള്ളതിനർത്ഥം ഒ എ ബി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും ഐസോസെലസ് ട്രയാങ്കിൾ ആവുകയാണ്. ഐസോസെലസ് ട്രയാങ്കിൾസിൽ 2 സൈഡ്സ് ഈക്വൽ ആണ് എന്നുള്ളതിനർത്ഥം അതിന് ആ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഈക്വൽ ആവും. ദാറ്റ് മീൻസ് ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആണ്. അതേപോലെ തന്നെ ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആണ്. Therefore, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിട്ട് വരുന്നു അല്ലെ? നമുക്ക് നെയിം ചെയ്യാൻ വേണമെങ്കിൽ എക്സ് ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഇതും എക്സ് തന്നെ ആയിരിക്കണം. ഇത് വൈ ആണെങ്കിൽ ഇതിന് ഈക്വൽ ആയിട്ട് വരുന്ന ഈ ആംഗിളും വൈ ആവും. ഇത് സെഡ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇതും സെഡ് ആവും. ശരിയല്ലേ? ഇനി ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊരു ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് ആംഗിൾ എ എന്ന് പറയുന്നത് എക്സും സെഡും ആയിട്ടാണ് കിടക്കുന്നത്. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് സെഡ് ആണെന്ന് വരും. ആംഗിൾ ബി എന്ന് പറയുന്നത് വൈയും സെഡും ആയിട്ടാണ് കിടക്കുന്നത്. That means y plus z. Then angle C എന്ന് പറയുന്നത് x ഉം y ഉം ആയിട്ടാണ് എടുക്കുന്നത്. That means plus x plus y. അല്ലേ? അതായത് ഒരു ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി. That means angle A plus angle B plus angle C is equal to 180 ഡിഗ്രി. ആംഗിൾ എക്ക് പകരം നമുക്ക് x plus z എന്ന് കൊടുക്കാം. ആംഗിൾ ബിക്ക് പകരം y plus z എന്ന് കൊടുക്കാം. ആംഗിൾ സിക്ക് പകരം x plus y എന്ന് കൊടുക്കുകയാണെങ്കിൽ x plus z plus y plus z plus x plus y is equal to 180 ഡിഗ്രി. റീസൺ എന്താണെന്ന് പറഞ്ഞു? ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി. ഓക്കെ, നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതാണ് ഈ 2 ആംഗിൾസിന്റെയും കൂടിയുള്ള സമ്മം ഇവിടെ വരുന്ന ഈ ഒരു ആംഗിളും ഈ 2 എണ്ണത്തിന്റെയും ഈ ഒരു ആംഗിളിന്റെയും സം എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ? നമുക്ക് നോക്കാം. ഈ എക്സും എക്സും 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് എക്സ് 2x ആണെന്ന് കിട്ടി. അതേപോലെ തന്നെ വൈയും വൈയും വരുന്നുണ്ട്. ദാറ്റ് മീൻസ് y പ്ലസ് y എന്ന് പറയുന്നത് 2y ആണെന്ന് വരും. ദെൻ സെഡും സെഡും 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് z പ്ലസ് z 2z ആണ്. ഓക്കെ, ഈ 3 കൂടി പ്ലസ് ആണ് സിമ്പിൾ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും. ശരിയല്ലേ? 2x plus 2y plus 2z is equal to 180 degree means 2 into x plus y plus z is equal to 180 degree എന്ന് വരും. 2
പുറത്ത് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ 180 ഡിഗ്രിയും ഒരു ഈവൺ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. That means x plus y plus z is equal to 2 by 2 1 ആയി. x plus y plus z is equal to 180 degree by 2, that is equal to 90 degree എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഒ എ സി എന്ന് പറയുന്ന ഈ ആംഗിളും എ ബി സി എന്ന് പറയുന്ന ഈ രണ്ട് ആംഗിൾസിന്റെയും കൂടെയുള്ള സമ്മ് 90 ഡിഗ്രി ആണ് എന്നുള്ളതാണ് അല്ലെ. അപ്പോ ഒ എ സി എന്ന് പറയുന്ന ആംഗിൾ എക്സും എ ബി സി എന്ന് പറയുന്ന ആംഗിൾ വൈ പ്ലസ് സെഡും ആയതുകൊണ്ട് തന്നെ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്നായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. നമുക്ക് ഇപ്പൊ കിട്ടിയത് എന്താണ്? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ശരിയല്ലേ? സോ ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, then our sixth question. Draw a triangle of circumradius 3 centimeters and two of the angles 32 1/2 degree and 37 1/2 degree. നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിന്റെ സർക്കം റേഡിയസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ അതിലെ രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് 32 1/2 ഡിഗ്രിയും 37 1/2 ഡിഗ്രി ആയിരിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 3 സെന്റിമീറ്റർ റേഡിയസ് വരുന്ന ഒരു സർക്കിൾ വരയ്ക്കാനായിട്ട്. അപ്പോൾ 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നമ്മളിങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, ദെൻ 32 1/2 ഡിഗ്രി ഉള്ള 37 1/2 ഡിഗ്രിയും ഉള്ള രണ്ട് ആംഗിൾസ് ഉള്ള ഒരു ട്രയാങ്കിൾ മേക്ക് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ആകെ പഠിച്ചിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഓൺ ദി സർക്കിളിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിന്റെ ഡബിൾ ആണ് സെൻട്രൽ ആംഗിളുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ പോയിന്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. 32 1/2 ഡിഗ്രി എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ ഡബിൾ എന്ന് പറയുന്നത് 65 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഈ സർക്കിളിൽ സെൻട്രൽ ആംഗിളില് സെന്ററില് നമുക്കൊരു പ്രൊട്രാക്ടർ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു 65 ഡിഗ്രി ആംഗിൾ വരയ്ക്കണം. അതിന്റെ റീസൺ എന്തായിരുന്നു? 32 1/2 ഡിഗ്രി ആണ് നമ്മുടെ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 65 ഡിഗ്രി ആണ്. സോ ഇവിടെ ഒരു ലൈൻ വരച്ചുകൊണ്ട് പ്രൊട്രാക്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് 65 ഡിഗ്രി നമുക്ക് ഇങ്ങനെ വരയ്ക്കാനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് ഈ ആംഗിൾ എന്ന് പറയുന്നത് 65 ഡിഗ്രി ആണ് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? അതിനോടൊപ്പം തന്നെ 37 1/2 കൂടി വരയ്ക്കണം എന്ന് പറഞ്ഞു. അതവിടെ വരയ്ക്കാം, അവിടെ നിൽക്കട്ടെ. 65 ഡിഗ്രി എന്ന് പറയുന്നത് ഈ ആർക്കിൽ മേക്ക് ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ ആണ് 65 ഡിഗ്രി അല്ലെ. ഈ ആർക്കിൽ മേക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു കോഡ് വരയ്ക്കുകയാണെങ്കിൽ ഈ കോഡിലുള്ള സെൻട്രൽ ആംഗിൾ ആണ് 65 ഡിഗ്രി. അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കോഡിലെ എൻഡ്സ് ഈ ആർക്കിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ പോയി മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതിന്റെ ഹാഫ് ആയിരിക്കണം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കോഡിനെ കൺസിഡർ ചെയ്തു. കോഡിന്റെ എൻഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണമാണ്. ഇത് രണ്ടും യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു വേറൊരു ട്രയാങ്കിൾ മേക്ക് ചെയ്യണം. നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഈ കോഡിന്റെ രണ്ട് എൻഡ് പോയിന്റ്സിനെ തമ്മിൽ സെന്ററുമായി മേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ ആണ് 65. അതേപോലെ തന്നെ കോഡിന്റെ എൻഡ്സ് ഓൺ ദി സർക്കിളുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈ 65ന്റെ ഹാഫ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് 65ന്റെ ഹാഫ് എന്ന് പറയുന്നത് 32 1/2 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 32 1/2 ഡിഗ്രി ആംഗിൾ വരുന്ന ട്രയാങ്കിൾ വരയ്ക്കാനാണ് അല്ലെ. അപ്പൊ നമ്മൾ അത് ഫസ്റ്റ് വരച്ചു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആംഗിൾ 37 1/2 ഡിഗ്രി ആണ്. 37 1/2 ഡിഗ്രി എങ്ങനെ വരയ്ക്കാം? അടുത്ത ഈ ഒരു നെയിം ചെയ്യാൻ ഞാൻ എ ബി സി എന്നാണ് നെയിം ചെയ്യുന്നത്. എ ബി എന്ന് പറയുന്ന കോഡിനെ കൺസിഡർ ചെയ്തുകൊണ്ട് 65 സെൻട്രൽ ആംഗിളും ഓൺ ദ സർക്കിളിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 32 1/2 ഡിഗ്രി ആണെന്ന് വരച്ചു. ഇനി ബി സി എന്ന് പറയുന്ന കോഡിനെ ബേസ് ചെയ്തുകൊണ്ട് 37 1/2 ഡിഗ്രിയുടെ ഡബിൾ, ദാറ്റ് മീൻസ് 37 1/2ന്റെ ഡബിൾ എത്രയാണ് ആയിട്ട് വരും? 37ന്റെ ഡബിൾ, ദാറ്റ് മീൻസ് 74. അതിന് 1/2ന്റെ ഡബിൾ കൂടി എടുക്കുമ്പോൾ 75 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 75 ഡിഗ്രി വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 75 ഡിഗ്രി ആണ് കിട്ടി.
എന്താ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? ഈ ആംഗിൾ, അതായത് ഈ ലൈനിൽ നമ്മൾ പ്രൊട്രാക്ടർ വരച്ചുകൊണ്ട് 37 1/2ന്റെ ഡബിൾ എടുത്തു, അത് 75 ആണ്. അപ്പൊ നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തുകൊണ്ട് വരയ്ക്കുമ്പോൾ ഇവിടെ 75 കിട്ടും. ഓക്കെ, 75 വരച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മൾ പറഞ്ഞ കോഡ് ഏതാണ്? ഈ ബി സി അല്ലെ. അപ്പൊ ബി സിയുടെ എൻഡ് പോയിന്റ്സ് സെൻട്രൽ ആംഗിളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 75 ഡിഗ്രി. ശരിയല്ലേ? ഇനി ബി സി എന്ന് പറയുന്ന കോഡിൽ സെൻട്രൽ ആംഗിളിലായിട്ട് കണക്ട് ചെയ്തതിന് പകരം ഓൺ ദ സർക്കിളുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ 75ന്റെ ഹാഫ് ആയിരിക്കില്ലേ? ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ ബി സി എന്ന് പറയുന്ന കോഡിന്റെ എൻഡ് പോയിന്റ്സ് എടുത്തു, സി ആണ്, സി ഇങ്ങനെ കണക്ട് ചെയ്തു, അതേപോലെ തന്നെ ബിയും കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ കോഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് 75ന്റെ ഹാഫ്, ദാറ്റ് മീൻസ് 37 1/2 ഡിഗ്രി ആണ് കിട്ടി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യം എ ബി എന്ന് പറയുന്ന കോഡ് വരച്ചു. എ ബി എന്ന കോഡിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ആംഗിൾ ആയിട്ടുള്ള 32 1/2 ഡിഗ്രിയുടെ ഡബിൾ എടുത്തു, ദാറ്റ് ഈസ് 65 ഡിഗ്രി നമ്മൾ മേക്ക് ചെയ്തു. ദെൻ ഈ 65 ഡിഗ്രി സെൻട്രൽ ആംഗിളുമായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ആംഗിൾ ആണ്. അപ്പൊ ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിൾ ഇതിന്റെ ഹാഫ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് എ ബി സി കണക്ട് ചെയ്യുന്ന സമയത്ത് 32 1/2 ഡിഗ്രി ആണ് കിട്ടി. ഇനി ബി സി എന്ന് പറയുന്ന കോഡിനെ ബേസ് ചെയ്തുകൊണ്ട് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ആംഗിൾ 37 1/2 ഡിഗ്രി ആണ്. ഇതിന്റെ ഡബിൾ എന്ന് പറയുന്നത് 75 ഡിഗ്രി നമ്മൾ മേക്ക് ചെയ്തു. ഇങ്ങനെ മേക്ക് ചെയ്യുമ്പോൾ ബി സി എന്ന് പറയുന്ന കോഡിന്റെ എൻഡ് പോയിന്റ്സ് സെന്ററുമായി കണക്ട് ചെയ്യുന്നതാണ് 75. സോ ഓൺ ദ സർക്കിളുമായി കണക്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്നത് 75ന്റെ ഹാഫ്, ദാറ്റ് മീൻസ് 37 1/2 ഡിഗ്രി ആണ് കിട്ടി. ഓക്കെ, ഒരേ ഒരു പോയിന്റ് ആണ് നമ്മൾ യൂസ് ചെയ്തുള്ളൂ. സെൻട്രൽ ആംഗിൾ, ഒരു കോഡിന്റെ എൻഡ് പോയിന്റ്സ് സെൻട്രൽ ആംഗിളുമായിട്ട് മേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതിന്റെ ഹാഫ് ആണ് ഓൺ ദ സർക്കിളുമായിട്ട്, അതേ കോഡ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതിന്റെ ഹാഫ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, then our 7th question. In the picture, A, B, C, D are mutually perpendicular chords of the circle. Prove that the arcs APC and BQD joined together would make half the circle. That means ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതിൽ APC എന്ന് പറയുന്ന ആർക്ക് BQD എന്ന് പറയുന്ന ആർക്കിന്റെയും കൂടിയുള്ള സം എന്ന് പറയുന്നത് സെമി സർക്കിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് അതിന്റെ സെൻട്രൽ ആംഗിളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവരുടെ സം 180 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് തന്നിരിക്കുന്നത്? ഒരു സർക്കിളിന് ഒരു പെർപെൻഡിക്കുലർ കോഡ്സ് യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ കോഡ്സ് കൊണ്ട് കട്ട് ചെയ്തപ്പോൾ ഇവിടെ കിട്ടിയ ഫസ്റ്റ് ആർക്ക് എന്ന് പറയുന്നത് എ പി സി ആണ്. അപ്പൊ എ സി എന്ന് പറയുന്നത് കണക്ട് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പോയിന്റ് പി, എ പി സി ആണ്. ഇനി അടുത്ത ബിയും സി ഡി ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ക്യൂ ആണ്. എന്തൊക്കെയാണ്? എ പി സി എന്ന് പറയുന്ന ഒരു കോഡ് കിട്ടി, വേറൊരു കോഡാണ് ബി ക്യു ഡി എന്ന് പറയുന്നത്. ഓക്കെ, ബി ക്യു ഡി എന്ന് പറയുന്ന കോഡും കിട്ടി. ഈ എ പി സി എന്ന് പറയുന്ന കോഡും ബി ക്യു ഡി എന്ന് പറയുന്ന കോഡുമായിട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സെമി സർക്കിൾ ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സെമി സർക്കിൾ ആണ് എന്നുള്ളതിനർത്ഥം ബി ക്യു ഡി എന്ന് പറയുന്ന കോഡിനെ സെൻട്രൽ ആംഗിളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളും എ പി സി എന്ന് പറയുന്ന കോഡിനെ സെൻട്രൽ ആംഗിളുമായിട്ട് മേക്ക് ചെയ്യുമ്പോൾ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളും ഇത് രണ്ടിന്റെയും കൂടിയുള്ള സമ്മ 180 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, ആർക്ക് രണ്ടും കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ സെമി സർക്കിൾ ആയിരിക്കണം. സെൻട്രൽ ആംഗിളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിള് എന്തായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബി ക്യു ഡി എന്ന് പറയുന്നത് ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇത് 90 ഡിഗ്രിയാണ്. എ പി സി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെയും എന്ത് ഫോം ചെയ്യും? 90 ഡിഗ്രി ഫോം ചെയ്യും. 90 + 90 180 ഡിഗ്രിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ സെൻട്രൽ ആംഗിളുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ മേക്ക് ചെയ്യുന്നത് എന്തായിരിക്കണം?
180 ഡിഗ്രി ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ പഠിച്ച പോയിന്റ് ആയിട്ടുള്ള ഓൺ ദ സർക്കിളും അതേപോലെ തന്നെ സെൻട്രൽ ആംഗിൾ മേക്ക് ചെയ്യുന്ന ആംഗിളുമായിട്ടുള്ള റിലേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ആദ്യം ഈ ആംഗിളിനെ, ഈ പോയിന്റിനെ O എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു റിലേഷൻ കിട്ടും. AOC എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ കിട്ടും. ആംഗിൾ AOC എടുക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും, AC എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് O അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ലൈൻ വെച്ച് നമ്മൾ കോഡ് വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ കോഡിന്റെ എൻഡ് പോയിന്റ്സ് സെന്ററുമായി കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് AOC അല്ലെ. ഇത് ആരുമായിട്ട് ഈക്വൽ ആണെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എയും സിയും ആണ് എൻഡ് പോയിന്റ്സ്. ഇത് സർക്കിളിൽ എവിടെയെങ്കിലും പോയി ടച്ച് ചെയ്യുന്നുണ്ടോ നോക്കും. അതായത് എയിലെ സിയുടെ എൻഡ് പോയിന്റ്സ് ഡിയിൽ പോയി ടച്ച് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എ പോയിട്ട് ഡിയിൽ പോയി ടച്ച് ചെയ്യുന്നു, സി പോയിട്ട് ഡിയിൽ പോയി ടച്ച് ചെയ്യുന്നു. ദാറ്റ് മീൻസ് AC എന്ന് പറയുന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ AOCയും അതിന്റെ ഡബിൾ, ദാറ്റ് മീൻസ് ഓൺ ദ സർക്കിൾ മേക്ക് ചെയ്യുന്നതിന്റെ ഡബിൾ ആണ് AOC. അപ്പോൾ ഓൺ ദ സർക്കിൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എയും സിയും പോയി കണക്ട് ചെയ്യുന്നത് ഡിയിലാണ്. ദാറ്റ് മീൻസ് ADCയുടെ ഡബിൾ ആണ് AOC. കിട്ടിയില്ലേ? അപ്പൊ AOC is equal to 2 times angle ADC. ഓക്കെ, AOCയിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതിൽ തന്നെ മേക്ക് ചെയ്യുന്ന ADCയുടെ ഡബിൾ ആണ് എന്നുള്ളത് കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് ഈ BQD എന്ന് പറയുന്ന ആംഗിൾ ആർക്ക് എടുക്കണം. അപ്പൊ BQDയിൽ ഫോം ചെയ്യുന്ന ആർക്ക് എങ്ങനെയായിരിക്കും, ദാറ്റ് മീൻസ് കോഡ് എങ്ങനെയായിരിക്കും വരിക, ഇങ്ങനെയായിരിക്കും അല്ലെ. അതായത് BQD എന്ന് പറയുന്നതാണ് ആർക്ക്. അപ്പൊ ഇതിൽ വരുന്ന കോഡ് എന്ന് പറയുന്നത് BD ആയിരിക്കില്ലേ. അപ്പൊ BD എന്ന് പറയുന്ന കോഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബിയും ഡിയും ആണ് എൻഡ് പോയിന്റ്സ്. ഈ എൻഡ് പോയിന്റ്സ് സെന്ററുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് BOD. ഇപ്പൊ BOD എന്ന് പറയുന്ന ആംഗിൾ, ദാറ്റ് മീൻസ് ആംഗിൾ BOD എന്ന് പറയുന്നത് ആരുമായിട്ട് ഈക്വൽ ആയിരിക്കും, ബിയുടെ എൻഡ് പോയിന്റ്സും ഡിയുടെ എൻഡ് പോയിന്റ്സും ഓൺ ദ സർക്കിളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കണം. അപ്പൊ ബിയുടെ എൻഡ് പോയിന്റ്സ് ഓൺ ദ സർക്കിളുമായിട്ട് വരുന്നത് എയിലാണ്, ഡിയുടെ എൻഡ് പോയിന്റ്സ് ഓൺ ദ സർക്കിളുമായിട്ട് വരുന്നത് എയിലാണ്. ദാറ്റ് മീൻസ് BAD എന്ന് പറയുന്ന ആംഗിളിന്റെ ഡബിൾ ആണ് BOD എന്ന് പറയുന്നത്. സോ BOD is equal to 2 times angle BAD. മനസ്സിലായില്ലേ? ആദ്യം AC എന്ന് പറയുന്ന കോഡിനെ എടുത്തു, സെൻട്രൽ ആംഗിൾ AOC ആണ്, എയും സിയും പോയി കണക്ട് ചെയ്യുന്നത് ഡിയിലാണ്. ദാറ്റ് മീൻസ് ADCയുടെ ഡബിൾ ആണ് AOC. ഇനി BD എന്ന് പറയുന്ന ആർക്ക് എടുക്കണം. എന്തുകൊണ്ട്? BQC എന്ന് പറയുന്ന ആർക്ക് ഉള്ളത് കൊണ്ട് BD എന്ന് പറയുന്ന കോഡ് എടുക്കണം. BD എന്ന് പറയുന്ന കോഡ് എടുക്കുമ്പോൾ BOD ആണ് സെൻട്രൽ ആംഗിൾ. BOD എന്ന് പറയുന്ന കോഡ്, BOD എന്ന് പറയുന്ന ആംഗിൾ B എൻഡ് ചെയ്യുന്നു എയിൽ പോയിട്ട്, D എൻഡ് ചെയ്യുന്നു എയിൽ പോയിട്ട്. ദാറ്റ് മീൻസ് BADയുടെ ഡബിൾ ആണ്. അപ്പൊ BADയുടെ ഡബിൾ ആണ് BOD എന്നുള്ളത് കിട്ടി. ഓക്കെ, നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണമായിരുന്നു? ഈ BODയുടെ സമ്മും AOCയുടെ സമ്മും കൂടിയിട്ട് 180 ഡിഗ്രി ആണെന്ന് എടുക്കണം. അപ്പൊ AOC പ്ലസ് BOD, AOC പ്ലസ് BOD എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOD. ലെഫ്റ്റ് സൈഡ് രണ്ടിനെ എടുത്തു. ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOD ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ ADC പ്ലസ് 2 ടൈംസ് ആംഗിൾ BAD എന്ന് എഴുതാം. അതായത് ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്തു, സോ റൈറ്റ് സൈഡ് നമ്മൾ ആഡ് ചെയ്ത് എഴുതി. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 2 ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രാക്കറ്റിന് പുറത്തോട്ട് 2 എടുക്കാനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് 2 ഓഫ് ആംഗിൾ ADC പ്ലസ് ആംഗിൾ BAD എന്ന് കിട്ടി. ഇനി ആംഗിൾ ADC ഏതാണ് നോക്കൂ. ADC എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്. ADC എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ ആണ് നമുക്ക് കിട്ടിയത്. ഇനി BAD ഏതാണ്? BAD എന്ന് പറയുന്നത് ഇതാണ്. ശരിയല്ലേ? ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
ശരിയല്ലേ? അപ്പോ ഡി ഈ ആംഗിളും ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രിയാണ്. നമുക്ക് കിട്ടിയത് ഈ ആംഗിളും ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഈ ആംഗിള് പെർപെൻഡിക്കുലറിൽ പോയി ബൈസെക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് 90 ഡിഗ്രിയാണ് നമുക്കറിയാം. ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പോയി ഹിറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ മീനിങ് അവിടെ 90 ഡിഗ്രി, ദാറ്റ് മീൻസ് റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 90 ഡിഗ്രിയാണ്. ട്രയാങ്കിൾ ആംഗിൾസ് 180 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നിന്ന് 90 ഡിഗ്രി, ഒരു ആംഗിൾ 90 ഡിഗ്രി പോവാണ്. അപ്പോൾ ബാക്കിയുള്ള രണ്ട് ആംഗിൾസിന്റെ സം എത്രയായിരിക്കും? യെസ്, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ എ ഡി സിയും ആംഗിൾ ബി എ ഡിയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 90 ഡിഗ്രിയാണ്. സോ എ ഡി സിക്കും ബി എ ഡിക്കും പകരമായിട്ട് നമുക്ക് 90 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് 2 into 90 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബി ഒ ഡി എന്ന് പറയുന്ന ഈ ആംഗിളും എ ഒ സി എന്ന് പറയുന്ന ഈ ആംഗിളും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ആർക്കായിട്ടുള്ള എ സിയും ആർക്കായിട്ടുള്ള ബി ക്യു ഡിയും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സെമി സർക്കിൾ ആണ് എന്നുള്ളത് നമുക്ക് ഇന്ന് മനസ്സിലായി. ശരിയല്ലേ? Then our last question. In the picture, ABCD are points on a circle centered at O. The lines AC and BD are extended to meet at P. The lines AD and BC intersect at Q. Prove that the angle with the small r AB makes at O is the sum of the angles it makes at P and Q. അതായത് ഒരു പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ സെൻട്രൽ ആംഗിളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എ ഒ ബി എന്ന് പറയുന്നത്. ഇത് പുറത്ത് മേക്ക് ചെയ്യുന്ന, അതായത് സർക്കിളിന്റെ ഉള്ളിൽ മേക്ക് ചെയ്യുന്ന ക്യൂവുമായിട്ടും അതേപോലെ പുറത്തുമായിട്ട്, അതായത് സർക്കിളിന്റെ പുറത്തുമായിട്ട് മേക്ക് ചെയ്യുന്ന പിയുമായിട്ടുള്ളതിന്റെയും സം ആയിരിക്കണം ഈ എ ഒ ബി എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കുറച്ചുകൂടി ക്ലിയർ ആവാനായിട്ട് ഞാൻ പിക്ചർ വരയ്ക്കാം. എന്താണെന്ന് പറഞ്ഞു? ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിളിൽ സെന്ററുമായിട്ട് ഒരു കണക്ട് ചെയ്തുകൊണ്ട് ഒരു പോയിന്റ്, ദാറ്റ് മീൻസ് സെന്ററുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പുറത്ത് ഒരു കോഡ് ഉണ്ട്. എ ബി എന്ന് പറയുന്ന ഈ കോഡ് സെന്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത് ഈ പോയിന്റ്സ് പുറത്തു പോയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഒരു കണക്ഷനും ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഒരു കണക്ഷനും കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പിക്ചർ. നെയിം ചെയ്യാം. ഈ ആംഗിൾ O ആണ്. ദെൻ ഈ പോയിന്റ് എന്ന് പറയുന്നത് Q, ഈ പോയിന്റ് എന്ന് പറയുന്നത് P, ഇവിടെ C, D. ഇത്രയും പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. A, B, C, D, P, Q, O. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ബി ക്യു എ എന്ന് പറയുന്ന ഈ ആംഗിളും ബി പി എ എന്ന് പറയുന്ന ഈ ആംഗിളും കൂടി മേക്ക് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഈ രണ്ട് ആംഗിൾസിന്റെയും സം എന്ന് പറയുന്നത് ബി ഒ എ എന്ന് പറയുന്ന ഈ ആംഗിളിന് ഈക്വൽ ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ബി ക്യു എ ഈ ആംഗിൾ, ബി പി എ ഈ ആംഗിൾ, ഈ രണ്ട് ആംഗിൾസിന്റെയും സം എന്ന് പറയുന്നത് ബി ഒ എ എന്ന് പറയുന്ന ഈ ആംഗിളിനോട് ഈക്വൽ ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെ പ്രൂവ് ചെയ്യാം? നമുക്ക് എന്താണോ ലെഫ്റ്റ് സൈഡിൽ വേണ്ടത് അതിനെ അറിയാത്തതായത് കൊണ്ട് തന്നെ നമുക്ക് ഓൾജിബ്രേറ്റ് എടുക്കാം. അപ്പൊ ഈ ആംഗിളിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ ആംഗിളിനെ വൈ ആയിട്ട് എടുക്കുന്നു. നമുക്ക് അറിയില്ല, നമുക്ക് ആകെ അറിയുന്നത് എക്സും ഈ ആംഗിളും ഇവിടെ വൈ ആണ്. ഈ ആംഗിളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിൾ കിട്ടണമെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ ഫുൾ അറിയാത്തതായതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡ് ആയിട്ടുള്ള ഈ രണ്ട് ആംഗിൾസിനെയും നമ്മൾ എക്സും വൈയും ആക്കി എടുത്തു. ഇത് എക്സും ഇത് വൈയും ആക്കി എടുത്തു. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അറിയാവുന്ന, ദാറ്റ് മീൻസ് 9th വരെ നമ്മൾ പഠിച്ച എല്ലാ പോയിന്റ്സും, ഒട്ടുമിക്ക പോയിന്റ്സും നമ്മൾ ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് 7th നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് പഠിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്നും ലീനിയർ പെയർ സം 180 എന്നുള്ള രണ്ട് പോയിന്റ്സ് അപ്ലൈ ചെയ്യാം ഇവിടെ നമുക്ക് ആദ്യമായിട്ട്.
ദാറ്റ് മീൻസ് ഇവിടെ ബി ക്യു എ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ, എക്സ് ഡിഗ്രി ആണെങ്കിൽ, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിൾ ദാറ്റ് മീൻസ് ബി ക്യു സി എന്ന് പറയുന്നതും എക്സ് തന്നെ ആയിരിക്കും. എന്താണ് റീസൺ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇവിടെ വരുന്ന ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഇത് നമുക്ക് എക്സ് ആണെന്ന് കിട്ടി. കിട്ടിയില്ലേ? ഇവിടെ y ആണെന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ടോ? ഇനി നോക്കിയേ, ഈ എ സി ബി എന്ന് പറയുന്ന ഈ ആംഗിളിനും ബി ഡി എ എന്ന് പറയുന്ന ഈ ആംഗിളിനും എന്തെങ്കിലും സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ രണ്ട് ആംഗിൾസിനും എന്തെങ്കിലും സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് നോക്കേണ്ടത്? എ ബി എന്ന് പറയുന്ന ഈ കോഡിൽ നിന്ന്, ഇവിടെ നമ്മളൊരു കോഡ് വരയ്ക്കുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന ഈ കോഡിന്റെ എൻ പോയിന്റ്സ് ആയ എയും ഡിയും കണക്ട് ചെയ്തുകൊണ്ടാണ് ഓയിലേക്ക് പോകുന്നത്. ദാറ്റ് മീൻസ് എ ഒ ബി എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ കിട്ടുന്നത്. ഇനി എയും ബിയുമായിട്ടുള്ള എൻ പോയിന്റ്സ് സിയിൽ പോയി ജോയിൻ ചെയ്യുന്നു. എയും ബിയുമായിട്ടുള്ള എൻ പോയിന്റ്സ് ഡിയിൽ പോയി ജോയിൻ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സർക്കിൾ വരച്ചിട്ട് അത് എവിടേക്കാ നമ്മൾ വരച്ചാലും ആ ആംഗിൾസ് ഒക്കെ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിട്ട് വരും അല്ലെ? ഇവിടുന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് എൻ പോയിന്റ്സ് ഒന്നിലേക്ക് കണക്ട് ചെയ്താലും അടുത്ത ഓൺ ദ സർക്കിളുമായിട്ട് എൻ പോയിന്റ്സ് കണക്ട് ചെയ്താലും അവിടെ മേക്ക് ചെയ്യുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അതിനർത്ഥം എന്താ? ഈ ആംഗിൾ തന്നെ ആയിരിക്കണ്ടേ ഈ ആംഗിൾ, ശരിയല്ലേ? ആ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് ഇത് രണ്ടിനും എക്സും വൈയും ആയിട്ട് നമ്മൾ ഗസ് ചെയ്തു. ദെൻ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്നുള്ളത് വെച്ചിട്ട് രണ്ടും എടുത്തു. ദെൻ ഒരു കോഡിൽ മേക്ക് ചെയ്യുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്യുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് എടുത്തു. ദെൻ എടുക്കേണ്ട നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ 8th പഠിച്ചിട്ടുണ്ട്, ക്വാഡ്രിലാറ്ററൽ ആംഗിൾ സം 360 ഡിഗ്രി. ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ മേക്ക് ചെയ്യുന്നുണ്ട്, ഡി ക്യു സി പി. ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ മേക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ഈ ക്വാഡ്രിലാറ്ററൽ ആംഗിൾസ് 360 ആയിരിക്കില്ലേ? ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സും വൈയും ഈ ഡിയും ഈ സിയും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് 360 ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സും വൈയും എടുത്തു. ദെൻ ഈ ആംഗിൾ എത്രയാ? അറിയില്ല. ദാറ്റ് മീൻസ് ക്യു സി പി. ക്യു സി പി എന്ന് പറയുന്ന ആംഗിൾ എടുത്തു. ദെൻ ഈ ആംഗിൾ എന്ന് പറയുന്നത് ക്യു ഡി പി. ക്യു ഡി പി ഈക്വൽ ടു 360 ഡിഗ്രിയാണ്. ഈ 4 ആംഗിൾസിന്റെയും കൂടിയുള്ള സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇനി ക്യു സി പി എന്ന് പറയുന്ന ഈ ആംഗിളിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി തോന്നുന്നുണ്ടോ? യെസ്, ഈ രണ്ട് ആംഗിൾസിന്റെയും കൂടിയുള്ള സം എത്രയാണ്? 180 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ലീനിയർ ബൈ സം 180. അതേപോലെ തന്നെ ഈ ക്യു ഡി പി എന്ന് പറയുന്ന ആംഗിളിന് ഒരു സ്പെഷ്യാലിറ്റി തോന്നുന്നുണ്ട്. ഈ രണ്ട് ആംഗിൾസിന്റെയും കൂടെയുള്ള സം 180 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് 180 ഈ രണ്ട് ആംഗിൾസിനും കിട്ടുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ അതിൽ വരുന്ന രണ്ട് ആംഗിൾസും ഈക്വൽ ആവുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ആംഗിളിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 180 മൈനസ് ബി സി എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ആംഗിളിന് പകരം 180 മൈനസ് ബി ഡി എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശരിയല്ലേ? എന്തൊക്കെയാ ചെയ്തത്? 4 ആംഗിൾസിന്റെയും കൂടിയുള്ള സം 360 ആണെന്ന് എടുത്തു. ഈ ക്യു സി പി എന്ന് പറയുന്ന ഈ ആംഗിള് ഇവിടെ വരുന്ന ഈ ആംഗിളും കൂടി 180 ഡിഗ്രി, ദാറ്റ് മീൻസ് ലീനിയർ ബൈ സം 180 ഡിഗ്രി ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ക്യു സി പി എന്ന് പറയുന്ന ഈ ആംഗിളിന് പകരമായിട്ട് 180 ഡിഗ്രി മൈനസ് എ സി ക്യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ആംഗിളിന് പകരമായിട്ട് 180 മൈനസ് ബി ഡി എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ക്യു സി പിക്ക് പകരമായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? 180 മൈനസ് ക്യു സി പി, 180 മൈനസ് ബി സി എ, ആംഗിൾ ബി സി എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യു ഡി പിക്ക് പകരമായിട്ട്, ദാറ്റ് മീൻസ് ക്യു ഡി പിക്ക് പകരമായിട്ട് 180 മൈനസ് ബി ഡി എ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ? ഇനി നോക്കിയേ, ഇവിടെ 180 ഉണ്ട്, ഇവിടെ 180 ഉണ്ട്. 180 പ്ലസ് 180 360 ആണ്. റൈറ്റ് സൈഡിലുള്ള 360യുമായിട്ട് ക്യാൻസൽ ചെയ്യുന്നു. ദെൻ ബി സി എയും ബി ഡി എയും ഉണ്ട്. അത് ഈക്വൽ സിമ്പലിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മൈനസ് ബി സി എ ഇവിടെ വരുമ്പോൾ പ്ലസ് ബി സി എയും മൈനസ് ബി ഡി എ ഇവിടെ വരുമ്പോൾ പ്ലസ് ബി ഡി എയും ആവും. ഓക്കെ, എന്താണ് പറഞ്ഞത്? മൈനസ് ബി ഡി എ എന്നുള്ളത് മൈനസ് ബി സി എ എന്നുള്ളത് പ്ലസ് ബി സി എ ആകും.
മൈനസ് ബി ഡി എ എന്നുള്ളത് പ്ലസ് ബി ഡി എ ആണ്. അങ്ങനെ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ബി സി എ പ്ലസ് ആംഗിൾ ബി ഡി എ എന്ന് കിട്ടും. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ബി സി എ എന്ന് പറയുന്ന ഈ ആംഗിളും ബി ഡി എ എന്ന് പറയുന്ന ഈ ആംഗിളും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ബി സി എയും ബി ഡി എയും ഈക്വൽ ആണ് എന്നുള്ളതിന്റെ അർത്ഥം ബി സി എക്ക് പകരം ബി ഡി എയോ ബി ഡി എക്ക് പകരം ബി സി എയോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ഒരേ സാധനങ്ങൾ 2 പ്രാവശ്യം ആഡ് ചെയ്യുന്നു എന്നുള്ളതിനർത്ഥം 2 ടൈംസ് ബി സി എ അല്ലെങ്കിൽ 2 ടൈംസ് ബി ഡി എ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ശരിയല്ലേ? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 2 ടൈംസ് ബി സി എയും അല്ലെങ്കിൽ 2 ടൈംസ് ബി ഡി എയുമായിട്ട് ഈക്വൽ ആണ് എന്നുള്ളത് കിട്ടി. ഇവിടെ നോക്കിയേ, ബി സി എയുടെ ഡബിൾ ആണ് ആര്? സെൻട്രൽ ആംഗിൾ ബി ഒ എ. ഇനി ബി ഡി എ എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ ഡബിൾ ആണ് ആര്? ബി ഒ എ എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ. റീസൺ എന്താണ്? എ ബി എന്ന് പറയുന്ന കോഡുമായിട്ട് സെൻട്രൽ ആംഗിൾ ഫോം ചെയ്യുന്നു. അതിന്റെ ഹാഫ് ആയിരിക്കണം ഓൺ ദ സർക്കിളുമായിട്ട് മേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും കോഡുമായിട്ട് ദാറ്റ് മീൻസ് ഓൺ ദ സർക്കിളുമായിട്ട് മേക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ബി സി എയുടെ 2 ടൈംസും അല്ലെങ്കിൽ ബി ഡി എയുടെ 2 ടൈംസിനും പകരമായിട്ട് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ബി ഒ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ബി ഒ എ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിച്ചു. ഇവിടെ നോക്കി, നമ്മൾ ആദ്യം കൊടുത്തത് എക്സ് എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്, വൈ എന്ന് പറയുന്നത് ഈ പുറത്തുള്ള ആംഗിൾ ആണ്. എക്സിന്റെയും വൈയുടെയും ഉള്ളിലുള്ളതിന്റെയും പുറത്തുള്ളതും ആയിട്ടുള്ള ആംഗിളിന്റെയും സം എന്ന് പറയുന്നത് ബി ഒ എ. ദാറ്റ് മീൻസ് ബി ഒ എ ഇതാണെന്ന് കിട്ടി. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയല്ലേ? സർക്കിളിന്റെ ഉള്ളിലുള്ള ആംഗിളും സർക്കിളിന്റെ പുറത്തുള്ള ആംഗിളിന്റെയും സം എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് കിട്ടിയത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ എ. രണ്ടും ഈക്വൽ തന്നെയാണ് അല്ലേ? സോ ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, താങ്ക് യു.